എല്ലാവർക്കും നമസ്കാരം. കവൽ ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SBA ക്ലർക്ക് മെയിൻസ് എക്സാം ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫെയറുകളാണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അങ്ങനെ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, BEL, Bell and Dash signed contract for the manufacture of India's first indigenously developed naval anti-drone system. നാവൽ ആന്റി ഡ്രോൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ബെൽ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആരുമായിട്ടാണ് എന്ത് ചെയ്ത് നാവൽ ആന്റി ഡ്രോൺ സിസ്റ്റം നാഡ്സ് എന്ന് പറയും. ആരുമായിട്ടാണ് എന്ത് ചെയ്ത് കോൺട്രാക്ട് സൈൻ ചെയ്തതെന്ന് വെക്കുന്നത് ഓപ്ഷൻ ബി ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി ഇസ് ദ ആൻസർ. ഇത് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന DRDO ആണ്. DRDO ആണ് നാവൽ ആന്റി ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ബെല്ലിന് കൊടുക്കുന്നത്. ബെല്ലാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ഒബ്സർവേഷൻ വീൽ ഈസ് സെറ്റ് ടു ബി ഓപ്പൺഡ് അറ്റ്. വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ഒബ്സർവേഷൻ ദുബായിലാണ് വരുന്നത്. എയിൻ ദുബായ് എന്നാണ് അതിന്റെ പേര്. എയിൻ ദുബായ് എന്നാണ് അതിന്റെ പേര്. 250 മീറ്റർ ഹൈറ്റ് ആണ്. 250 മീറ്റർ ഹൈറ്റ് in Dubai. Okay. NeoDukan is a first of its kind holistic store management tool launched by. NeoDukan എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് സ്റ്റോർ മാനേജ്മെന്റ് ടൂൾ ആണ് NeoDukan. ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത് പേ നിയർ ബൈ ഇസ് ആൻസർ. പേ നിയർ ബൈ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഭാരത് പേ ഹാസ് പാർട്ട്നേർഡ് വിത്ത് ഡാഷ് ബാങ്ക് ഫോർ POS ബിസിനസ് ഭാരത് സ്വൈപ്പ്. പോയിന്റ് ഓഫ് സെയിൽ ബിസിനസ്സിന് വേണ്ടി ഭാരത് സ്വൈപ്പുമായിട്ട് ഭാരത് സ്വൈപ്പിന് വേണ്ടിയിട്ട് ഭാരത് പേ ആരുമായിട്ടാണ് പാർട്ട്ണർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ആയിട്ടാണ് പാർട്ട്ണർ ചെയ്തത്. ആക്സിസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. മുംബൈ ഇസ് ദ ആൻസർ. ഭാരത് പേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഭാരത് പേയുടെ HQ ന്യൂഡൽഹി. Okay. Next question. Exim Bank provides dash loan to Africa Finance Corporation for infrastructure development. Infrastructure developmentന് എക്സിം ബാങ്ക് ആഫ്രിക്ക ഫിനാൻസ് കോർപ്പറേഷന് എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ $100 million ആണ് കൊടുക്കുന്നത്. $100 million. 10 years ടെന്യൂർ ഉണ്ട്. 10 yearsന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 10 വർഷത്തേക്ക്. എക്സിം ബാങ്ക് വാസ് established in the year 1982. മുംബൈ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. മുംബൈ. ഇപ്പൊ ഇന്ത്യ എക്സിം ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. 6th question. Dash won the CII Energy Leader Award 2021 at the 22nd National Award Ceremony for Excellence in Energy Management 2021 hosted by Confederation CII. CII എനർജി ലീഡർ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കുന്നത്. നാഷണൽ അവാർഡ് സെറമണി ഫോർ എക്സലൻസ് ഇൻ എനർജി മാനേജ്മെന്റ് 2023. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് CII. NTPC രാമകുണ്ടം ഈസ് ദ ആൻസർ. NTPC രാമകുണ്ടത്തിനാണ് ഈ അവാർഡ് കിട്ടിയത്. CII എനർജി ലീഡർ അവാർഡ്. ഓക്കെ. നാഷണൽ എനർജി ലീഡർ അവാർഡാണ് നഭ പവറിന് കിട്ടിയത്. അതേ അവാർഡ് ഫംഗ്ഷനിൽ നാഷണൽ എനർജി ലീഡർ അവാർഡ് 2021 നഭ പവർ കിട്ടിയത്. ഓക്കെ. ഡെയിൽ സ്റ്റെയിൻ റിട്ടയർസ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഹി ഈസ് ഫ്രം. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് ചോദിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക ഇസ് ദ ആൻസർ. സൗത്ത് ആഫ്രിക്ക. ഡെയിൽ സ്റ്റെയിൻ റിട്ടയർസ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഹി ഈസ് ഫ്രം സൗത്ത് ആഫ്രിക്ക എന്നാണ് അതിന്റെ ആൻസർ. ബുദ്ധദേവ് ഗുഹ പാസ്ഡ് അവേ. ഹി വാസ് എ. ബുദ്ധദേവ് ഗുഹ ആരാണ്? അദ്ദേഹം ഒരു ബംഗാളി ഓത്തർ ആയിരുന്നു. ബുദ്ധദേവ് ഗുഹ ബംഗാളി ഓത്തർ ആയിരുന്നു. ഓക്കെ. ബംഗാളി ഓത്തർ ബുദ്ധദേവ് ഗുഹ. When is National Nutrition Week observed every year? എന്നാണ് നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ഒബ്സർവ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. സെപ്റ്റംബർ 1 to 7 ആണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 to 7 ആണ് നാഷണൽ ന്യൂട്രീഷൻ വീക്ക്. തീം വരുന്നത് ഫീഡിങ്. ഇത്തവണത്തെ തീമാണ് ഫീഡിങ് സ്മാർട്ട് റൈറ്റ് ഫ്രം സ്റ്റാർട്ട്.
Feeding Smart right from start. Which state government nominated Avani Lekkara as brand ambassador of Beti Bachao Beti Padhao project? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രോജക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അവാനി ലക്കാര ഷൂട്ടറാണ്. ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡൽ മേടിച്ച ആളാണ്. ഒരു ഗോൾഡ് മെഡലും കിട്ടിയ ആദ്യത്തെ വുമൺ ആണ്. അവരെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രോജക്റ്റിന് ആരാണ് ബ്രാൻഡ് അംബാസഡർ ആക്കിയെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി രാജസ്ഥാൻ ഇസ് ദ ആൻസർ. രാജസ്ഥാനാണ് അവരെ നോമിനേറ്റ് ചെയ്തത്. ഡാഷ് became the first state in the country to give free water to its citizens. ഫ്രീ വാട്ടർ കൊടുത്തത് ആരാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഗോവ. സേവ് വാട്ടർ ടു ഗെറ്റ് ഫ്രീ വാട്ടർ എന്നാണ് പറയാം. സേവ് അവരുടെ തീം സേവ് വാട്ടർ ടു ഗെറ്റ് ഫ്രീ വാട്ടർ തീം വരുന്നത് അപ് ടു 16,000 ലിറ്റേഴ്സ് വരെ ഫ്രീ വാട്ടർ കിട്ടും. Which state or UT declared snow leopard and black-necked crane as its state animal and state bird respectively? ഏത് സ്റ്റേറ്റ് ഓർ യു ടി ആണ് സ്നോ ലെപ്പേർഡിനെയും ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിനെയും സ്നോ ലെപ്പേർഡും ആൻഡ് ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിനെയും സ്റ്റേറ്റ് അനിമലും സ്റ്റേറ്റ് ബേർഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. സി ഓപ്ഷൻ സി ലഡാക്ക് ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ലഡാക്ക് ഇസ് ദ ആൻസർ. ലഡാക്കാണ് അത് ചെയ്തത്. ഓക്കെ. Which city topped the list of world's most surveilled cities in the world index by Forbes? ഫോബ്സിന്റെ ഇൻഡെക്സ് ആണ് വേൾഡ്സ് മോസ്റ്റ് സർവെയിൽഡ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അതാണ് ഇൻഡെക്സ്. വേൾഡ്സ് മോസ്റ്റ് സർവെയിൽഡ് സിറ്റീസ്. അതിൽ ഏത് സിറ്റിയാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. വിച്ച് സിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഡൽഹിയാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ ഡൽഹി ഈസ് ദ ആൻസർ. ഡൽഹി. സോളൻ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ. സോളൻ ഫെസ്റ്റ് ഇത് ഗ്ലോബലിലാണ് റാങ്കിങ് കേട്ടോ. ഡൽഹി. സോളൻ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ. സോളൻ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. സോളൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശ്. 5th edition of joint military exercise കാസിൻഡ് വാസ് ഹെൽഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഡാഷ്. ഇന്ത്യയും കാസിൻഡ് 5th edition of joint military exercise ആണ്. 5th edition ആണ്. എഡിഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ കാസിൻഡ് 2021 കാസിൻ 21 വാസ് ഹെൽഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കസാക്കിസ്ഥാൻ ആണ്. ഇത് ആയിഷ ബീബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ആയിഷ ബീബി കസാക്കിസ്ഥാനിലെ ആയിഷ ബീബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ നൂർ സുൽത്താൻ ആണ്. നൂർ സുൽത്താൻ ഇസ് ദ ക്യാപിറ്റൽ ആൻഡ് ടെങ്കെ ഇസ് ദ കറൻസി. കറൻസി ടെങ്കെ ആണ്. നൂർ സുൽത്താൻ ക്യാപിറ്റൽ ആണ്. ഓക്കെ. WHO hub for pandemic and epidemic intelligence was inaugurated in. WHO hub for pandemic and epidemic intelligence എവിടെയാണ് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ജർമ്മനിയിലാണ്. WHO ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ. RBI plans to set up a dash member committee under P. Vasudevan to examine applications and give recommendations on new umbrella entity ലൈസൻസ്. ന്യൂ അംബ്രല്ല എൻറ്റൈറ്റി എന്നുണ്ട് ഇവിടെ. ഓക്കെ. ന്യൂ അംബ്രല്ല എൻറ്റൈറ്റി ലൈസൻസിന് വേണ്ടിയിട്ട് RBI ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. RBI ആണ് സെറ്റപ്പ് ചെയ്തത്. പി വാസുദേവനാണ് അതിന്റെ ഹെഡ്. പി വാസുദേവൻ. എത്ര മെമ്പർ കമ്മിറ്റിയാണ് RBI സെറ്റപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 5 മെമ്പർ കമ്മിറ്റിയാണ്. 5 മെമ്പർ കമ്മിറ്റിയാണ് RBI സെറ്റപ്പ് ചെയ്തത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ട്? റെക്കമെൻഡേഷൻസ് ഓൺ ന്യൂ അംബ്രല്ല എൻറ്റൈറ്റി ലൈസൻസ്. ന്യൂ അംബ്രല്ല എൻറ്റൈറ്റി ലൈസൻസിന്റെ മുകളിൽ. ഓക്കെ. ലഡാക്ക് ബേസ്ഡ് എഞ്ചിനീയർ Dash was inducted as honorary member of International Astronomical Union, making the first Indian to be getting inducted. ലഡാക്ക് ബേസ്ഡ് എഞ്ചിനീയർ ആണ്. ഓണററി മെമ്പർ ഓഫ് ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ IAU. ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയന്റെ ഓണററി മെമ്പർ ആയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഗെറ്റിംഗ് ഇൻഡക്റ്റഡ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ആണ് അത് അതിന്റെ ഓണററി മെമ്പർ ആയിട്ട് ഇൻഡക്ട് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഡോർജെ ആങ്ചുക് ഈസ് ദ ആൻസർ. ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? പാരീസിലാണ്. പാരീസ്. 19th question. eSource is an open source platform for tracking and recovery of electronics waste launched by. eSource എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ് eSource.
അത് ട്രാക്കിംഗ് ആൻഡ് റിക്കവറി ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റ്സിന്റെ ട്രാക്കിങ്ങിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഡെവലപ്പ് ചെയ്യുന്നത് ചെന്നൈ ആണ്. IIT ചെന്നൈ ഇസ് ദ ആൻസർ. IIT ചെന്നൈ ആണ് അതിന്റെ ആൻസർ. നിയോ ബോൾട്ട് എന്ന് പറയുന്ന ഒരു മോട്ടോറൈസ്ഡ് മോട്ടോറൈസ്ഡ് വീൽ ചെയറും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയോ ബോൾട്ട് 25 km/h സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡിൽ സഞ്ചരിക്കുന്ന, അതും ചെന്നൈയാണ് ഡെവലപ്പ് ചെയ്തത്, നിയോ ബോൾട്ട്. ഓക്കെ, ഈ സോഴ്സും IIT ചെന്നൈ ആണ്. ഹു ഓതേർഡ് ദ ബുക്ക് നോ യുവർ റൈറ്റ്സ് ആൻഡ് ക്ലെയിം ദം? നോ യുവർ റൈറ്റ്സ് ആൻഡ് ക്ലെയിം ദം എന്ന് പറയുന്ന ബുക്ക് ഓതർ ചെയ്ത ആരാണെന്ന് ചോദിക്കുന്നത്. ആഞ്ചലീന ജോലി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി, ആഞ്ചലീന ജോലി ഈസ് ദ ആൻസർ. Which state or UT launched Saath Initiative for the Women SHGs? Saath Initiative. Women Self-Help Groupsന് സാത്ത് ഇനിഷ്യേറ്റീവ് എന്ന ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ആരാണെന്ന് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി, ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ദ ആൻസർ. സാത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. Where is Orang നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? ഒറാങ് നാഷണൽ പാർക്കിനെ രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്കാണ് ഇപ്പൊ പേര് ചേഞ്ച് ചെയ്തിട്ട് ഒറാങ് നാഷണൽ പാർക്കിന് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനി കാസിരംഗ എന്നാണ് അറിയപ്പെടുന്നത്. കാസിരംഗ എവിടെയാണ്? കാസിരംഗ ആസാമിലാണ്. മിനി കാസിരംഗയും ആസാമിലാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഒറാങ് നാഷണൽ പാർക്കും എവിടെയാണ്? ആസാമിലാണ്. ഡാഷ് കൺസ്റ്റിറ്റ്യൂട്ടഡ് എ 11-member കമ്മിറ്റി ഹെഡഡ് ബൈ അശോക് കുമാർ ടാൻഡൻ. അശോക് കുമാർ ടാൻഡൻ ആണ് ആ 11-member കമ്മിറ്റിയുടെ ഹെഡ്. അശോക് കുമാർ ടാൻഡൻ ടു റിവ്യൂ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് ജേർണലിസ്റ്റ് വെൽഫെയർ സ്കീം. ജേർണലിസ്റ്റ് വെൽഫെയർ സ്കീംസിന്റെ ഗൈഡ് ലൈൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശോക് കുമാർ ടാൻഡന്റെ 11-member കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആരാണ് അത് രൂപീകരിച്ചതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി, മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇസ് ദ ആൻസർ. മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇസ് ദ ആൻസർ. മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് 11-member കമ്മിറ്റി അശോക് കുമാർ ടാൻഡന്റെ കീഴിൽ എന്ത് ചെയ്യുന്ന രൂപീകരിച്ചിട്ടുള്ളത്. വിച്ച് കൺട്രി ഇസ് ദ ചെയർ ഓഫ് ബ്രിക്സ് ഫോർ ദി ഇയർ 2021? ബ്രിക്സിന്റെ ചെയർ ഏതാണ്? ആരാണ് ഇപ്പോൾ ബ്രിക്സിന്റെ എല്ലാ മീറ്റിങ്ങുകളും പ്രിസൈഡ് ചെയ്യുന്നത് 2021? ഓപ്ഷൻ എ, ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. ഇന്ത്യ ഇസ് ദ ആൻസർ. ഇത്തവണത്തെ ബ്രിക്സിന്റെ തീം എന്ന് പറയുന്നത് ബ്രിക്സ് അറ്റ് 15 ഇൻട്രാ ബ്രിക്സ് കോഓപ്പറേഷൻ ഫോർ കണ്ടിന്യൂറ്റി കൺസോളിഡേഷൻ ആൻഡ് കോൺസെൻസസ്. ഇതാണ് ഇത്തവണത്തെ തീം. ബ്രിക്സ് അറ്റ് 15 ഇൻട്രാ ബ്രിക്സ് കോഓപ്പറേഷൻ ഫോർ കണ്ടിന്യൂറ്റി കൺസോളിഡേഷൻ ആൻഡ് കോൺസെൻസസ്. 25th ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് ഇന്ററാക്റ്റീവ് ജിയോസ്പേഷ്യൽ വെബ്സൈറ്റ് പൾസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇന്ററാക്റ്റീവ് ജിയോസ്പേഷ്യൽ വെബ്സൈറ്റ് ആണ് പൾസ്. ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് ഇൻസൈറ്റ്സ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇന്ത്യ. ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ എവല്യൂഷനെ കുറിച്ചിട്ട് ഡാറ്റ കൊടുക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് പൾസ്. വാസ് ലോഞ്ച്ഡ് ബൈ? ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഫോൺപേ. ഫോൺപേ ഇസ് ദ ആൻസർ. ഫോൺപേ ആണ് ലോഞ്ച് ചെയ്തത്. ഡാഷ് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ന്യൂറോ സർജറി ബൈ ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ന്യൂറോളജിക്കൽ സർജൻസ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ന്യൂറോളജിക്കൽ സർജൻസിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ന്യൂറോ സർജറിയിലെ ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് ചോദിക്കുന്നത്. ബസന്ത് കുമാർ മിശ്ര ഇസ് ദ ആൻസർ. ഓപ്ഷൻ എ, ബസന്ത് കുമാർ മിശ്ര ഇസ് ദ ആൻസർ. ഡാഷ് മിഷൻ വാത്സല്യ is a scheme launched by the state of Dash for the women who lost their husbands due to COVID-19. COVID-19 കാരണം മരിച്ചുപോയ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് മിഷൻ വാത്സല്യ. ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത് ചോദിക്കുന്നത്. മിഷൻ വാത്സല്യ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇത് ലോഞ്ച് ചെയ്തത്. മിഷൻ വാത്സല്യ, മഹാരാഷ്ട്ര. ഡാഷ് ബാങ്ക് became the first lender to list 1 billion additional Tier 1 bonds on IFSC. IFSCയിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ IFSCയിൽ അഡീഷണൽ Tier 1 ബോൺസ് $1 billion
അഡീഷണൽ ടയർ 1 ബോൺസ് ലിസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലെൻഡർ ഏതാണെന്ന് ചോദിക്കുന്നത്, ഏത് ബാങ്ക് ആണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി HDFC ബാങ്ക് ഇസ് ദ ആൻസർ. HQ എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ ആണ്. മുംബൈ. IFSC എവിടെയാ? ഗാന്ധിനഗറിലാണ്, ഗുജറാത്തിൽ. ഗാന്ധിനഗർ. ഗിഫ്റ്റ് ടാക്സ് സിറ്റി എന്നൊക്കെ കേൾക്കും, ഗാന്ധിനഗർ ഇൻ ഗുജറാത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ജോയിൻഡ് as ഫസ്റ്റ് ബാച്ച് ന്യൂ മെമ്പേഴ്സ് ഓഫ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ ബാച്ച് ന്യൂ മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്ത കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെക്കുന്നത്. ഈ 3 കൺട്രീസും ഉണ്ട്. UAE ഉണ്ട്, ബംഗ്ലാദേശും ഉണ്ട്, ഉറുഗ്വേ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. എല്ലാ രാജ്യങ്ങളും UAEയും ബംഗ്ലാദേശും ഉറുഗ്വേയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യസ് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ഇന്ത്യ INX. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇന്ത്യ INX. നേരത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ INX ഗിഫ്റ്റ് ടാക്സ് സിറ്റിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് IFSCയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ INX. ഇന്ത്യസ് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്, ഫസ്റ്റ് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ് ഇന്ത്യ INX. India and Dash signed a project agreement for the development of Air-Launched Unmanned Aerial Vehicle (ALUAV). Air-Launched Unmanned Aerial Vehicle ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യയും ഏത് രാജ്യം കൂടിയിട്ടാണ് പ്രോജക്റ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ, ഇസ്രായേൽ. ഓപ്ഷൻ 30ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, USA. ഇന്ത്യയും USAയും തമ്മിലാണ്. ഓപ്ഷൻ ബി. ഓക്കെ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, USA, നോട്ട് ഇസ്രായേൽ. USA ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, USA ആണ്. ഇന്ത്യയും USAയും കൂടിയിട്ടാണ് എയർ ലോഞ്ചർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് അഗ്രിമെന്റ് ഡെവലപ്പ് ചെയ്തത്. വിച്ച് കൺട്രി ബിക്കേം ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ലോഞ്ച് എ പ്ലാസ്റ്റിക്സ് പാക്ട് ലോഞ്ച് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ കൺട്രി, ഫസ്റ്റ് ഏഷ്യൻ കൺട്രി? പ്ലാസ്റ്റിക്സ് പാക്ട്. ഇന്ത്യ ആണ് അതിന്റെ ആൻസർ. ഇന്ത്യ ഇസ് ദ ആൻസർ. ഓക്കെ. ഇത് WWF ഓഫ് ഇന്ത്യ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഇന്ത്യയും പ്ലസ് CIIയും കൂടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. CII. ഓക്കെ. പ്ലാസ്റ്റിക്സ് പാക്ട്. വിച്ച് മിനിസ്ട്രി ഓർഗനൈസ്ഡ് മേരാ വതൻ മേരാ ചമൻ മുഷായറ ആൻഡ് കവി സമ്മേളൻ ഇൻ ന്യൂഡൽഹി ആസ് എ പാർട്ട് ഓഫ് ആസാദി കാ അമൃത് മഹോത്സവ്? ആസാദി കാ അമൃത് മഹോത്സവിന്റെ പാർട്ടായിട്ട് മേരാ വതൻ മേരാ ചമൻ മുഷായറ ആൻഡ് കവി സമ്മേളൻ ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഇത് ഓപ്ഷൻ എ ആണ്, മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി ആണ്. ഓക്കെ, മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി. ഇത് 2023 വരെയാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ലോഞ്ച് ചെയ്തത്, ഓർഗനൈസ് ചെയ്തിരുന്നത്. ഓക്കെ, മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി. മിനിസ്ട്രി ഓഫ് ആയുഷ് ലോഞ്ച് ഡാഷ് സ്കീം ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിസിനൽ പ്ലാൻസ് ടു സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് മെഡിസിനൽ പ്ലാൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷ് ലോഞ്ച് ചെയ്ത സ്കീമിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, ആയുഷ് ആപ്കെ ദ്വാർ. ആയുഷ് ഗർദ്വാർ ഹിമാചൽ പ്രദേശിന്റെ സ്കീമാണ്. ആയുഷ് ആപ്കെ ദ്വാർ ഈസ് ദ സ്കീം ഫോർ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ സ്കീമാണ്. വിച്ച് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടോപ്ഡ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2022? ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2022 ടോപ്പ് ചെയ്ത ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, IISc ബാംഗ്ലൂർ. ബാംഗ്ലൂർ ആണ് അതിന്റെ ആൻസർ. ഗ്ലോബൽ റാങ്കിങ്ങിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ, ഗ്ലോബൽ റാങ്കിങ്ങിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ IISc ബാംഗ്ലൂർ ആണ്. ഗ്ലോബൽ റാങ്കിങ്ങിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ. 35th ക്വസ്റ്റ്യൻ, ഡാഷ് വൺ അസോസിയേഷൻ ഫോർ ടാലന്റ് ഡെവലപ്മെന്റ് 2021 ബെസ്റ്റ് അവാർഡ്? ആരാണ് അസോസിയേഷൻ ഫോർ ടാലന്റ് ഡെവലപ്മെന്റ് ATD 2021 ബെസ്റ്റ് അവാർഡ് കിട്ടിയത്? ഓപ്ഷൻ എ, പവർ ഗ്രിഡിനാണ് അവാർഡ് കിട്ടിയത്. പവർ ഗ്രിഡ്. ഓക്കെ. ഡാഷ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെസി. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാന്നാ ചോദിക്കുന്നത്. സുമൻ ശർമ്മ ഇസ് ദ ആൻസർ. ജതീന്ദ്രനാഥ് സ്വയനെയാണ് റീപ്ലേസ് ചെയ്തത്. ഇദ്ദേഹത്തെയാണ് റീപ്ലേസ് ചെയ്തത്. ഇപ്പൊ സുമൻ ശർമ്മയാണ്. ഓക്കെ. ഇന്ത്യൻ ഹോക്കി പ്ലെയർ റാണി റാംപാൽ ആൻഡ് ക്രിക്കറ്റർ സ്മൃതി മന്ദാന ഹാവ് ബീൻ അപ്പോയിന്റഡ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടാണ് റാണി റാംപാലിനെയും സ്മൃതി മന്ദാനയെയും എന്ത് ചെയ്തെന്ന് അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ളത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. ചെന്നൈ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ്
HQ of Equitas Small Finance Bank. Okay. 38th question. ICICI Lombard will acquire dash. ICICI Lombard ഏത് കമ്പനിനെയാണ് അക്വയർ ചെയ്യുന്നത് വെക്കുന്നത് ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസിനാണ്. ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ് ICICI Lombardൽ ലയിക്കാൻ പോവാണ്. ICICI Lombard will acquire ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ്. Which month is celebrated as Poshan Maha or Nutrition Month across the country? സെപ്റ്റംബർ ആണ് ആൻസർ. നമ്മൾ ന്യൂട്രീഷൻ വീക്ക് പറഞ്ഞു സെപ്റ്റംബർ 1 to 7. അതേപോലെ തന്നെ ന്യൂട്രീഷൻ മന്ത് ആയിട്ട് ആചരിക്കപ്പെടുന്നത് സെപ്റ്റംബർ മാസമാണ്, പോഷൻ മാഹ ഓർ ന്യൂട്രീഷൻ മന്ത്. സോ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 28th edition of bilateral maritime exercise SIMBEX was held between India and which country in South China Sea? സൗത്ത് ചൈന സീയിലാണ് നടന്നത്. 28th എഡിഷൻ ആണ്. സിംബെക്സ് എന്നാണ് പേര്. ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലാണ്. സിംഗപ്പൂർ ഡോളർ ഈസ് ദ കറൻസി ആൻഡ് സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ സിറ്റി തന്നെയാണ്. ഓക്കെ, സിംഗപ്പൂർ ഡോളർ. 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.